ICU എന്ന് പറയുന്ന പേര് എഴുതിയത് തന്നെ വളരെ നമുക്കിങ്ങനെ സംശയം തോന്നുന്ന രീതിയിലാണ്. അപ്പൊ ഹോസ്പിറ്റൽ ICU നിങ്ങളുടെ സിനിമയും തമ്മിൽ എന്തെങ്കിലും ബന്ധം? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ എഴുതിയതാണ്. കൺഫ്യൂസ് ചെയ്യാൻ. അതെ, ആരെയോ നിങ്ങൾ ഐ കൺഫ്യൂസ് യു. അതും പൊളിച്ച് കുറേ ആയി. അത് പൊളിച്ച്. ഐ കൺഫ്യൂസ് യു, ഐ കോട്ട് യു, ഐ കെയർ യു, ഐ സീ യു, ഐ സീ യു. യെസ്. അപ്പൊ ആരാണ് ആ തിരിഞ്ഞു നിൽക്കുന്ന മൊട്ട എന്നുള്ളതാണ് സസ്പെൻസ്. പറയൂ, എന്താണ് ICU സിനിമ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫിസിക്കൽ ആയിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ഒരു രീതിയിൽ മറ്റു രീതിയിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെയുള്ള മുഹൂർത്തങ്ങളുണ്ട്. ത്രില്ലറാണ് ഈ സിനിമയുടെ ജോണറായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പോഴത്തെ കാലത്തെ സിനിമകളുടെയൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സിനിമ അങ്ങനൊരു സസ്പെൻസ് പരിപാടികളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ബിബിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കുറച്ചുകൂടി സ്പെഷ്യലാണ്. 13ാമത്തെ വർഷമാണ് ആരോ രാവിലെ തുടങ്ങിയിട്ട് സൂചിപ്പിച്ചു കൊടുത്തു വിട്ടേക്കണ കേട്ടോ. അല്ല, അതല്ലേ സത്യല്ലേ? ആണ് 12ാമത്തെ സിനിമയല്ലേ? അല്ല, 11-ൽ ഇൻക്ലൂഡഡ് ആണ് ഈ സിനിമ. ഓക്കെ, അപ്പൊ എത്രമാത്രം സ്പെഷ്യലാണ് ICU സ്പെഷ്യൽ ആവുന്നത് ഒരുപാട് അഭിനയിച്ചതിന്റെ ഇതിലല്ല. ഇപ്പൊ ഈവൻ ഫസ്റ്റ് കൊല്ലമില്ലേ അഭിനയിച്ച ഒരു ചെറിയ ആ കൊല്ലവും ഞാൻ ഇതേ ഹാപ്പിയാ. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറൊരു പരിപാടിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഈ പടം സ്പെഷ്യൽ ആവുന്നത് ഒന്ന് താൻ തോന്നി എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ജോർജ് ഏട്ടൻ്റെ ഡയറക്ഷനിലൊരു പടം, പിന്നെ ഇതിൻ്റെ റൈറ്റർ സന്തോഷ് ഏട്ടൻ എഴുതിയ ഇതിൻ്റെ ബലമുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അഭിനയിക്കാത്ത കോ സ്റ്റാർസാണ്. അത് ശ്രീകാന്തേട്ടനായാലും ബാബുചേട്ടനായാലും മുരളി ഗോപി ചേട്ടനായാലും ഇദ്ദേഹമായാലും ഇനിയുണ്ട് മീര വാസുദേവ് അല്ലേ, നവാസ് കുന്നംപറമ്പിൽ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയുമാണ്. ഈ കോംബോ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? സത്യത്തിൽ നമ്മൾ അതുവരെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ മൈൻഡ് സെറ്റ് പ്രീ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയും സിനിമയുടെ ഇമേജും ഒക്കെ നമ്മളെ ബാധിച്ചിട്ട് നമ്മൾ പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ടാവും. അതങ്ങോട്ട് ബ്രേക്ക് ആവും. നമ്മൾ ഇവരുടെ ആരാധകരായതുകൊണ്ട് നമ്മൾ ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനൊക്കെ ഇത് അറിയാമോ എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കും. അങ്ങനെ അങ്ങനെ ഒരു ബോണ്ട് എവിടെ വെച്ചാൽ ഇപ്പം ശ്രീകാന്തനായാലും എവിടെ വെച്ചിട്ടാലും എടാ എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള ഒരു കമ്പനിയോ. ബാബുരാട്ടിന് ഞാൻ ഇടയ്ക്ക് അമ്മയുടെ കാര്യത്തിൽ നേരത്തെ ബാബുരാട്ടിന് എല്ലാ കാര്യവും ബോധർ ചെയ്യുന്ന ആളാണ്. എനിക്ക് അങ്ങനെ മനസ്സിലാവും. ഭയങ്കര ഒരു കാര്യത്തിൽ ഇങ്ങനെ കൺസേൺ ആയ അത് തന്നെ ചേട്ടാ അത് തന്നെ സംസാരിക്കും. വേറെ മാറ്ററിലേ പോകില്ല. ചിലപ്പോൾ വേറെ കാര്യം പറയാനായിരിക്കും ബാബുരാട്ടൻ വിളിക്കുന്നത്, പക്ഷെ ഇതിലേക്ക് വരും. അപ്പം അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ നവാസ് ഭായി ആണെങ്കിലും നവാസ് ഭായി ഭയങ്കര ജെന്യൂനായ ഒരാള്. നുണ പറഞ്ഞ അപ്പം കയറി വരും. ഭയങ്കര ആ മലബാറിന്റെ നന്മയില്ലേ, അത് ആ പുള്ളീനെ വെച്ച് പരസ്യം ചെയ്യാ.